ഇവിടുത്തെ ഈ വാക്കുകളൊന്നും വായിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ കാണാത്ത പല അക്ഷരങ്ങളും അവർ കാണുകയും ചെയ്യും, നമ്മൾ കാണണ പല അക്ഷരങ്ങളും അവർ കാണുകയും ഇല്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കാറ് പാർക്ക് ചെയ്ത് കഴിഞ്ഞൊരു 10 മിനിറ്റോളം നടന്നിട്ടാണ് നമ്മൾ ട്രീ ഹൗസിന് മുകളിൽ എത്തിയത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് എനിക്ക് മനസ്സിലായിട്ടോ ഞാൻ എന്തിനാ കുറേ ഫുഡും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നേന്ന്. ഇവിടെ അവർ ഫുഡൊന്നും പ്രൊവൈഡ് ചെയ്യില്ല. കെറ്റിൽ അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു കാപ്പി കുടിച്ചതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി നമ്മുടെ മെയിൻ ഉദ്ദേശം ഡിന്നർ കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ട്, നിങ്ങൾ ഒരു സാധനങ്ങളെ കാണിച്ചു തരാണ്ട്. ഷവറിലേക്കാണ്. ഇതാണ് നമ്മളുടെ ബാത്റൂം ഓർ ഷവർ റൂം. അപ്പോൾ ട്രീ ഹൗസിൻ്റെ നേരെ താഴെയാണ് കേട്ടോ ഈ ഒരു ഷവർ സ്പേസ് വരുന്നത്. ഡോറൊന്നും ഇല്ല ഷവറിന്, ഒരു ഫോറസ്റ്റ് ഷവറാണ്, മുകളിലും ഓപ്പൺ ആണ്. ഇതാണ് ഷവർ, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഷവർ. ഞാനിത് വായിക്കാൻ ട്രൈ ചെയ്യുന്നില്ല. 3 മൈൽസ് എന്നുള്ളത് വെൽഷിലാണത്. മിൽട്ടീർ എന്നാണ് നമ്മൾ വായിക്കുക, പക്ഷേ എന്താണ് അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ദൈവത്തിനറിയാം. ഇതിൽ കൂടിയാണ് കേട്ടോ നമ്മുടെ ട്രീ ഹൗസിലേക്കുള്ള വഴി. അപ്പോൾ ആ ബോർഡ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം 3 മൈൽസ് നീളവും 4.5 മൈൽസ് ഹൈറ്റുമുള്ള ഒരു വഴി കൂടിയാണ് നമ്മൾ നടന്നു വന്നത് കേട്ടോ. നടന്നു വരുമ്പോൾ നമ്മൾ റോട്ടിൽ കൂടിയല്ല വന്നത്, കുറേ പാടമൊക്കെ ചാടി കടന്നിട്ട് അതാണ് എളുപ്പ വഴി എന്നാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അവസാനം എൻ്റെ കാലിൽ സ്റ്റിങ്ങിങ് നെറ്റിൽസൊക്കെ തൊട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ ചൊറിച്ചിലും മാറിയിട്ടില്ല, നല്ല റെഡ് കളറിലായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഡിന്നർ കഴിക്കാനാണ് വന്നത്. ഈ വില്ലേജിൽ ആകെ കൂടെ ഒരു പബ്ബേ ഉള്ളൂ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ഒരു അക്കോമഡേഷൻ ഉണ്ട്, ഒരു 5 റൂമും ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ആ കുന്ന് കയറാണ്ട് ഇവിടെ നിൽക്കാം, മര്യാദയ്ക്ക് ടോയ്ലറ്റൊക്കെ ഉള്ള സ്ഥലത്ത്. എനിവേ ഞങ്ങൾ നല്ല ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 8:45 ആയിട്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാമല്ലോ എന്തൊരു വെളിച്ചമല്ലേ. അപ്പോൾ ഞാനൊന്ന് ഇടയിലൊന്ന് നിർത്തി ഒന്ന് വീഡിയോ എടുത്തിട്ട് തന്നെ. അതിവിടെ ഒരു ചെറിയൊരു അരുവി ഒഴുകി പോകേണ്ട, അതിൻ്റെ ഒച്ചയും കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ റോട്ടിൽ കൂടി നടന്നു, കാരണം ആനിൽ പാടത്തിൽ കൂടെ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ആ കാർ പാർക്കിൽ, നമ്മുടെ ട്രീ ഹൗസിൻ്റെ കാർ പാർക്കിലുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ആൾക്കാരൊന്നുമില്ല, ഇത് ഫുൾ ടൈം ഓപ്പൺ ആയിട്ട് കിടക്കും. അപ്പോൾ അവിടുത്തെ ഫാമിൽ ഉള്ള ചിക്കനിൻ്റെ എഗ്സ് വെച്ചിട്ടുണ്ട്. ഒരു ഇതേ കണ്ടോ, കാർഡ് മെഷീനാണ് അവർ വെച്ചേക്കുന്നത്. പൈസ കൊടുക്കാൻ പറ്റില്ല, കാർഡിൽ കൂടെ പേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ചായ, ബ്രെഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പാസ്റ്റ, സൂപ്പ്, അങ്ങനത്തെ കുറച്ച് ബിഗ് ബീൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ആ ഷോപ്പിൻ്റെ പുറകിലായിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അവിടെ നിന്നാലും നമുക്ക് താഴത്തേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. 280 ഏക്കേഴ്സ് ഉള്ള ഒരു ഫാമാണ് ഇത്. ഇവിടെ 6 ട്രീ ഹൗസുകളാണുള്ളത്. നമ്മുടെ ട്രീ ഹൗസിൽ നിന്ന് നിന്നാൽ അടുത്ത ട്രീ ഹൗസുകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞങ്ങൾ നടന്നെന്ന് പറഞ്ഞല്ലോ പാടത്തിൽ കൂടെ. അപ്പം ഞങ്ങൾ ബാക്കി ട്രീ ഹൗസുകളെല്ലാം കണ്ടു കിട്ടാം. അവിടെയൊക്കെ ചെറിയ കുട്ടികളായവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതേ നമ്മുടെ ട്രീ ഹൗസിൽ തിരിച്ചെത്തി. ഇനി കുറച്ച് വിറക് കൊണ്ടുപോയിട്ട് അവിടെ വുഡ് ബേൺ ചെയ്യണം, അനിലിൽ കുളിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ആ ഷവറിൽ കുളിക്കാൻ അത്രയും അങ്ങോട്ട് ഒരു ധൈര്യം പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ കുളിച്ചില്ല. അപ്പോൾ ഞാനിത് ഒരു വിറക് എടുത്തിട്ട് മുറിക്കുകയാണ്, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ കുറച്ച് വിറക് അവിടെ ഓൾറെഡി അവർ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ നാളെ പോകുമ്പോൾ നമ്മളത് റീഫിൽ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വിറകൊക്കെ മുറിച്ച് നമ്മൾ ട്രീ ഹൗസിൽ തിരിച്ചെത്തി. ഒരു ഫയർ ലൈറ്റർ അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ താഴെ വെച്ചു. പിന്നെ അത് ചെറിയ ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങൾ, കിൻഡ്ലിംഗ് എന്നാണ് അതിനെ പറയണത്, അത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ മാച്ച് ബോക്സും അവർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീപ്പെട്ടി വെച്ചിട്ട് നമ്മൾ ആ ഫയർ ലൈറ്റിനെ ഒന്ന് കത്തിച്ചു കൊടുക്കുക. അപ്പോൾ വേഗം തന്നെ കത്തിപ്പിടിക്കും കേട്ടോ. കണ്ടോ, ഭയങ്കര എളുപ്പത്തിൽ കത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെറിയ വുഡൊക്കെ ഇങ്ങനെ ബേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ വലിയ പീസുകൾ വുഡ്സ് വെച്ച് കൊടുക്കണം. ഞാൻ ഗ്ലൗസ് ഇല്ലാണ്ട് വെക്കുന്നത്, അത് ചെയ്യരുത്. ഗ്ലൗസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഗ്ലൗ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് വുഡ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മുകളിലും താഴെയും ഓരോ വെൻ്റ് ഉണ്ടാവും. അപ്പോൾ അത് തുറന്ന് വെക്കണം ആദ്യമേ, എന്നാൽ ഓക്സിജൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് കത്തിപ്പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾ പോയിട്ട് താഴെ പോയിട്ട് അവർക്ക് ഇഷ്ടമായി വുഡ് ഇങ്ങനെ ചോപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർ ചോപ്പ് ചെയ്ത് ആ നമ്മുടെ ലിഫ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണെങ്കിൽ അത് പുള്ളി ചെയ്ത് കയറ്റുണ്ട്. അപ്പോൾ അവരുടെ താഴെ ടെന്നീസ് റാക്കറ്റൊക്കെ കൊണ്ടുവരുന്നു, അപ്പോൾ കളിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഷീപ്പ് വന്നപ്പോൾ അവർക്ക് രണ്ടാൾക്ക് പേടിയായിട്ടാണ് അവരവിടെ കയറി നിൽക്കുന്നത്, ഷീപ്പ് ചാർജ് ചെയ്ത് വരുന്നു പറഞ്ഞിട്ട് കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. നല്ല രസമായിരുന്നു കേട്ടോ എഴുന്നേൽക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ട്രീ ഹൗസിന് ലോക്കൊന്നുമില്ല ഡോറിന്. നമ്മൾ വെറുതെ സ്ലൈഡിങ് ഡോറാണ്, അത് അടച്ചിട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങണം. അപ്പോൾ ഞാനും നേരത്തെ കിടന്നു, കുട്ടിയോട് എന്തോ കാർഡ്സൊക്കെ കളിച്ച് കുറേ ലേറ്റായിട്ട് കിടന്നേന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മഴ പെയ്തതൊന്നും ഞാൻ അറിഞ്ഞില്ല, പക്ഷേ അനിൽ പറയുന്നുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു, ട്രീ ഹൗസ് കുലുങ്ങുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു രസമായിരുന്നു ഇവിടെ ഇങ്ങനെ എഴുന്നേറ്റ് ഈ ഒരു വ്യൂ കാണുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
നമുക്കൊന്നും ചെയ്യാനുമില്ല. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ഓരോന്ന് ജോലിക്ക് ഇപ്പോൾ ചെയ്യണം, കുക്ക് ചെയ്യണം, അത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ചിന്തയിൽ ആദ്യം അതാണ് എൻ്റെ മനസ്സിൽ വരിക രാവിലെ എഴുന്നേൽക്കുമ്പോൾ. പക്ഷേ ഇവിടെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ഈ പ്രകൃതിയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞാനിങ്ങനെ ട്രീ ഹൗസിൻ്റെ ഭംഗി ഒന്നും കൂടെ കണ്ട് ഇന്നലെ വൈകുന്നേരം വന്ന് നമ്മൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയല്ലോ. പിന്നെ തിരിച്ച് വന്ന് നമ്മൾ കുളിക്കുന്ന കാര്യങ്ങളിലേക്കും ഫുട്ബോളിൻ്റെ കാര്യങ്ങളിലേക്കും പിന്നെ ഗെയിംസിലേക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വൈറ്റ് കളറിൽ കാണുന്നത് ഷീപ്പിൻ്റെ വൂളാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ കയറ് കെട്ടി, അപ്പോൾ നല്ല ഇൻസുലേറ്റഡ് ആണ്. ഞങ്ങളുടെ ഒരു രസത്തിന് വേണ്ടിയിട്ട് വിറക് കത്തിച്ചത്. പിന്നെ അതിനെല്ലാം കുളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് കത്തിച്ചത്. കാരണം അത് കത്തിച്ചാലേ നമുക്ക് താഴത്തെ ഷവറിൽ വെള്ളം ചൂടായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. വുഡ് ബ്രിഡ്ജ് കടന്ന് നമ്മുടെ ട്രീ ഹൗസിലേക്കുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഗേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പൂട്ടാനൊന്നും പറ്റില്ല, ഒരു കയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം. അപ്പോൾ സ്പ്രിംഗ് വാട്ടറിന് UV ഫിൽറ്ററൊക്കെ ചെയ്തിട്ടാണ് അവർ കിച്ചണിലും ബാത്റൂമിലൊക്കെ പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ രാവിലെ ഒരു കാപ്പി ഉണ്ടാക്കുകയാണ്. പിന്നെയും ആകെ കൂടെ ഞാൻ മെയിനായിട്ട് അവിടെ ചെയ്തത് ഈ കാപ്പി ഉണ്ടാക്കൽ തന്നെ തന്നെയാണ്. പിന്നെ നമ്മൾ ബ്രെഡും പീനട്ട് ബട്ടറും ന്യൂട്ടെല്ലയും ജാമും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ ടോസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല, വെറുതെ ബ്രെഡും ബട്ടറൊക്കെ ആയിട്ടാണ് കഴിച്ചത്. ഇവിടുത്തെ ലൈറ്റ് കണ്ട ഗോൾഡൻ സിറപ്പിൻ്റെ 2 ക്യാനുകൾ ഹോളുകൾ ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഫെയറി ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സോളാറാണ് ഇവിടെയുള്ള ലൈറ്റ്. അവിടെ ആ സ്റ്റവിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിക്കാനിരിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് ലൈറ്റ് ഉണ്ട്. ഞാൻ കയറി വരുമ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഒരു ആ വുഡ് ബേണറിൻ്റെ അവിടെ ഒരു ഫെയറി ലൈറ്റും കൂടി ഉണ്ട് കേട്ടോ. അത് ഏതൊരു വീഡിയോയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അന്നത്തെ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ബ്രെഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ ഇരുന്നു. കുട്ടികൾ കുറച്ച് ക്ലെവറായിട്ട് കുറച്ച് ഗെയിമൊക്കെ അവരുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നു, എന്തോ ഷോ ഒക്കെ. അപ്പോൾ അവർ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ട്. നമ്മൾ ട്രീ ഹൗസിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കേണ്ട പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നുമില്ല. ഒരു കോഫി ഹൗസ് ഉണ്ടെന്ന് പറയുന്നു, അവിടേക്കാണ് പോണേ. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് 2 മരങ്ങളാണ്. നമ്മുടെ ട്രീ ഹൗസ് പണിതിരിക്കുന്നതും ഈ ഒരു മരത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഓക്കാണിത്, ഓക്ക് കാടുകളാണ് മെയിനായിട്ട്. പിന്നെയുള്ളൊരു മരം ഇതാണ്, ഇത് പൈനാണ്. പൈൻ കോൺസ് കാണാം നമുക്ക് ഇവിടെ നിലത്ത് വീണ് കിടക്കുന്നത്. ഇതിൻ്റെ ഇല കണ്ടെങ്കിൽ സൂചി പോലെ ഇരിക്കുന്ന ഇലകളാണ്. ഇപ്പം മഴ ദിവസമാണ്, പക്ഷെ എന്നാലും ഭയങ്കര മഴയില്ല. പിന്നെ ഈ നടക്കണ വഴിയുടെ സൈഡിൽ പിന്നെ മുഴുവനും ഉള്ളത് ഇങ്ങനത്തെ ഫേണാണ് കേട്ടോ. പിന്നെ ഇതേ ഫോക്സ് ഗ്ലോ എന്ന് പറഞ്ഞ ഫ്ലവർ ഉണ്ട്. അതിൻ്റെ ഇല പോയ്സണസ് ആണെന്നാണ് ഞാൻ കേട്ടേക്കണത്. ഗാർഡനിലൊക്കെ ഉണ്ടാവും. ഇതാണ് ഫോക്സ് ഗ്ലോ എന്ന് പറഞ്ഞ ഫ്ലവർ. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്ന പബ്ബാണ് കേട്ടോ. അത് ആ പെൻ റോസ് ഹോട്ടൽ എന്ന് പറഞ്ഞ് കാണണത്. പിന്നെ ഇതവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു നോട്ടീസ് ബോർഡ് ഉണ്ട്. അതിൻ്റെ വിശേഷം ഞാൻ അടുത്ത പാർട്ടിൽ പറയാം.